പാലായിട്ട് കാച്ചാൻ പോവാണ്. അപ്പം അമ്മ പാല് കാച്ചല്ലേ? പിന്നെ ഓക്കെ. അപ്പം എന്നാൽ ചടങ്ങായിട്ട് നടക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ശരിക്കും മോളൊക്കെ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഇവിടുന്ന് പോവാത്തത്. അത് തന്നെയായിരുന്നു ആഗ്രഹം. ഒരിക്കലും ഇവിടുന്ന് ഈ ഒരു ഭൂമി വിട്ടി പോവില്ലാന്ന്. ഇപ്പോൾ എങ്ങോട്ട് പോകാന്നുള്ള തോന്നുന്നില്ല. പോയാൽ തന്നെ ഒരാഴ്ച എങ്ങനെയെങ്കിലും നിൽക്കാം. പിന്നെ ഒരു മനസ്സിന് ഒരു എന്തോ പോലെ എനിക്കൊരു അസുഖം പോലെ ഒരു വിഷമം പോലെ എന്നൊക്കെ തോന്നും. ഇതിൻ്റെ അകത്ത് കടന്നു മരിക്കണം എന്താണ് ആഗ്രഹം? അതാണ് എനിക്ക് ആഗ്രഹം. ഇവിടെ കടന്നു മരിക്കുകയാണെങ്കിൽ എനിക്കൊരു സന്തോഷമാണ്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് വയനാട്ടിലുള്ള കേട്ടോ. മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വനമുത്തശ്ശിയുടെ വീട് പണി അങ്ങോട്ട് പൂർത്തിയായിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വനമുത്തശ്ശിയുടെ വീട് പണി എന്തായി എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് പറയാണ്, വനത്തിലൊരു അമ്മ താമസിക്കുന്നുണ്ട്. ആരും അറിയാതെ അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഭക്ഷണം അതുപോലെ തന്നെ പാർപ്പിടമൊക്കെ ഇല്ലാത്തൊരവസ്ഥ. പാർപ്പിടം ഉണ്ടായിരുന്നു, പക്ഷേ ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടാവുന്ന വിധത്തിലുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ചിട്ട് പുതിയൊരു വീട് പണി നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഇന്ന് അങ്ങോട്ട് പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അങ്ങോട്ട് പോകാനുള്ള ഒരു വഴി ഒക്കെ അങ്ങോട്ട് എത്താന്നൊക്കെ ഉള്ളത് എന്താണെന്ന് പറയാം, ഒരു ടാസ്ക് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആശാനായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആശാൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ആശാനെ കൂട്ടാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലോ. പക്ഷെ നിർഭാഗ്യവശാൽ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്ന് മുതൽ അമ്മയുടെ താമസം അങ്ങോട്ട് മാറ്റുകയാണ്. നമസ്കാരമുണ്ട്. എന്താണ് എന്ത് പറ്റി? സുഖമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്? ആ, പിന്നെ കുറേ ഹാർഡ് വർക്കും. അതെ, അതൊക്കെ ആയിട്ട് റെസ്റ്റിലപ്പോൾ റെസ്റ്റിലാണ്. റെസ്റ്റല്ല, ഞാൻ ICU 3 ദിവസം. അതെ അല്ലേ? അതായത് ചുമച്ച് ശ്വാസം മുട്ടുക അങ്ങനെ ഇതായിട്ട്. ആശാൻ ഇന്ന് നമ്മുടെ ഒപ്പം അങ്ങോട്ട് പങ്കുചേർന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരുന്നതാണ്. ഭയങ്കര ഒരു വണ്ടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല അവിടെ. അതല്ലേ? അപ്പോൾ ആശാൻ്റെ ഒരു അനുഗ്രഹം പിടിക്കാൻ വേണ്ടി എന്തായാലും. അയ്യോ, അത് പിന്നെ ഉണ്ടാവില്ല. നമ്മൾ അത്ര സൽക്കർമ്മങ്ങളല്ലേ ചെയ്യുന്നത്. ആശാനും കൂടി അവിടെ ഉണ്ടാകുമ്പോഴേ അതവിടെ ആ ഒരു അവസാന ഘട്ടത്തിൽ നമ്മൾ അവിടുത്തെ ആ ഒരു പ്രകൃതി ഒക്കെ ആശാൻ ഇങ്ങനെ വെയിറ്റ് നിൽക്കുകയാണ്. എന്ത് ചെയ്യണ കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് എന്തായാലും അവിടെ പോയി കാണണം. എന്നാൽ ഞങ്ങൾ പോയിട്ട് ആ വീടൊക്കെ കൊടുത്തിട്ട് വളരെ സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അവിടുന്ന് നമ്മുടെ ഗോവിന്ദാശാന്റെ വീട്ടിൽ നിന്ന് നേരെ അമ്മയുടെ വീട്ടിൽ വന്നു. നമ്മുടെ ആ ഒരു പഴയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നല്ലോ. ഈ കാട് വിട്ട് പോയിട്ടില്ല കേട്ടോ, ആ ഒരു പഴയ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെതാ ഇങ്ങനെ നമ്മൾ ഇനി വീട്ടിലേക്കായിട്ട് കയറാൻ പോവാണ്. അമ്മ വന്നേക്ക് ചോദിച്ചെന്താണെന്നറിയോ? എന്താ ചോദിച്ചു? ആശാനെ ഞാൻ ഈ വീട് പണ്ട് 2-3 ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അന്വേഷിക്കും ആശാനെ എവിടെയെന്ന്. അപ്പോൾ ആശാൻ ഇങ്ങനെ സുഖമില്ലാത്ത ഒരവസ്ഥയിലായതുകൊണ്ടാണ് വരാതിരുന്നത്. ഇന്നലെ രാത്രി വന്നപ്പോൾ ചോദിച്ചു ആശാനായിട്ട് വരാൻ പാടുള്ളൂ അല്ലേ? ഇന്നലെ അല്ല, അന്ന് പോയതല്ലേ. പിന്നെ അന്ന് തന്നെ ലേശം സുഖമില്ലാണ്ടായിട്ടുണ്ട്. കാരണം ഈ മലയുടെ മുകളിലേ അങ്ങോട്ട് കയറണമെങ്കിൽ ചില്ലറ പണിയല്ല. പിന്നെ അതുമല്ല, ഇപ്പോൾ ഒരു സ്വല്പം അദ്ദേഹത്തിന് നടക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വന്നിരുന്നു. ICUലൊക്കെ ആയിരുന്നു. ആ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നോർമലായിട്ട് വരുന്നു. ഒരു ദിവസം ഞാൻ ആശാനായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അമ്മയുടെ മോനാണ്. പേരെന്ന് പറഞ്ഞേ? രാജൻ. പേരെന്ന് പറഞ്ഞ ഭാര്യയാണ് രാധ. ഇത് മോളാണല്ലേ? പേരെന്ന് പറഞ്ഞേ? അഞ്ജലി. അപ്പോൾ അമ്മയുടെ മോനും ഭാര്യയും മോളും ഒക്കെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കവിടെ മോളോട് കയറല്ലേ? നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. മോള് കയറല്ലേ? അപ്പോൾ നമ്മൾ ആ പോകുന്ന പടികളൊക്കെ ഇതേമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിലേക്ക് കയറുന്ന ആ വഴികളൊക്കെ ഇതേമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. മരങ്ങളൊക്കെ ഇട്ടതാ നല്ല രൂപത്തിലുള്ള ഒരു കുറ്റിയൊക്കെ അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല രൂപത്തിൽ വഴുക്കായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മ അങ്ങോട്ട് മുന്നിലേക്ക് നടന്ന് നമ്മുടെ വീടൊക്കെ റെഡിയാണ്. എല്ലാവരും കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും, അമ്മയുടെ പേര് ചിക്കിയമ്മ എന്നാണ് കേട്ടോ. വീട് കണ്ട ശരിക്കും എല്ലാവരുടെയും കിളി പോകും. അമ്മ അതൊരു വീടാണ്. അപ്പോൾ വീട് നൽകാൻ വേണ്ടിയിട്ട് ഈ വീട് വെച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെച്ച് തരണം ആഗ്രഹം പ്രകടിപ്പിച്ച 2 പേരോട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പേരെന്ന് പറഞ്ഞേ? എനിക്കറിയാവുന്ന എല്ലാവർക്കും കേൾക്കണ്ടേ? പേരെന്ന് പറഞ്ഞേ? ഇൻഷ. നമ്മുടെ വീട് കാണാൻ വേണ്ടി എൻ്റെ ഒപ്പം കൂടിയതാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് ഒരു സോളാർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന വ്യക്തികളാണ്. അതിനുശേഷം ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് നമുക്കൊരു വീടായിട്ട് വെച്ചെടുക്കാൻ. അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മ ഇനിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. എടുത്തേക്ക് പറഞ്ഞാൽ എനിക്ക് ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ആ ഒരു വീട് എനിക്കൊന്ന് റെഡിയാക്കി തരുമെന്നാണ്. റെഡിയാക്കി തരുമെന്നല്ല, അതങ്ങോട്ട് തട്ടി നമ്മളൊരു പുതിയ വീടായിട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൾ
ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. വീട് നല്ല അടിപൊളിയാക്കി അടിപൊളിയാക്കി ഒരു രക്ഷിത അടിപൊളിയാക്കിയ 2 പേരെ നമുക്ക് കാണും. ചേട്ടാ നമസ്കാരം, ഒന്നിട്ട് വന്നേ, എന്തോ ഒഴിഞ്ഞിരിക്കണൂടെ അതെ കാണട്ടെ. ഇതാണ് നമ്മുടെ ബാബുവേട്ടൻ. പേരെന്ന് പറഞ്ഞിടത്ത് ബാബുരാജ് എന്നാണ്. ഒന്ന് പേരെന്ന് പറഞ്ഞേ. ജോൺ. അപ്പോ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച 2 പേരാ നിൽക്കുന്നത്. മാസങ്ങളോളം നമ്മൾ പറഞ്ഞ ഡേറ്റ് ഒക്കെ ലേറ്റ് ആക്കിയിട്ട്, പക്ഷെ അതിനുള്ള കാരണമുണ്ട്. ഇതിന്റെ മുകൾക്ക് സാധനം എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയല്ല. ഞങ്ങൾ കുറച്ച് മൺപാത്രങ്ങൾ ഡേറ്റ് വന്ന് എന്താന്ന് പറയാ ഇടയ്ക്ക് നിർത്തിയിട്ടാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. പറഞ്ഞിരുന്നത് 1 മാസം 1.5 മാസമൊക്കെ ഇരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. എല്ലാവരും ക്ഷമിക്കുകയാണ്. ഒത്തിരി ആളുകൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ചോദിക്കാം നമ്മുടെ വീട് പണി എന്തായിരുന്നുള്ളത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിരുന്നു, ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിരുന്നു. പക്ഷേ ഈ മുളകളും ആ സാധനങ്ങളൊക്കെ താഴ്ചയിൽ നിന്ന് ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തിന്റെ വീട് പാലക്കാടാണ്. എന്നാലും ഇതിന്റെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടാ. ഇത് നമ്മൾ ഉള്ളായിട്ട് കാണിച്ചത് എല്ലാവരും കിളിപ്പാമ്പോട്. അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ കയറാണ്. പാലം കെട്ടി കാഴ്ചയാണ്. അല്ല വീട്ടിൽ കയറല്ലേ? അതിന് മുന്നേ നമുക്ക് ഈ വീടൊന്ന് കാണിച്ചു കൊടുത്താലോ? കാണിച്ചോട്ടെ. പിന്നെ വീട് കാണിച്ചു, എല്ലാവരും കാണണം ഈ വീട്. നമ്മളിവിടെ കയറി വരുന്നതോടെ തന്നെ നല്ല രൂപത്തിൽ ആ മരക്ക് ഇട്ടിട്ട് ഇങ്ങനെ കയറി വരാനുള്ള രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കയറുകയാണെങ്കിൽ കുറെ കല്ലുകൾ ആ പഴമ നിലനിർത്തിയിട്ട് അങ്ങനെ ചെയ്തു. കല്ലുകൾ അങ്ങനെ തന്നെ നിലനിർത്തിയതാണ് അല്ലേ? കാരണം ഇത് വേറെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു രൂപത്തെ വർഷങ്ങളിലൂടെ നല്ല വെച്ച് ഒരിക്കലും അരങ്ങാനും പോകുന്നില്ല അല്ലേ? പിന്നെ അവിടെ ഇങ്ങോട്ട് ഇങ്ങനെ കയറുകയാണെങ്കിൽ കയറുമ്പോ തന്നെ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ അടക്കം പണിയുമ്പോ തന്നെ ഒരു തേനീച്ചക്കൂട് ഉണ്ടായിരുന്നു, ചെറിയ തേനീച്ചക്കൂട്. അത് നിലനിർത്തുകയാണ് ചെയ്തത്. അതിന് ചെറിയൊരു മുളയുടെ പീസ് വെച്ചുകൊണ്ട്, അതായത് ഇതിന്റെ ഉള്ളില് ആ ഒരു ചെറുതേനി ആ പാറി പറന്നുകൊണ്ടിരിക്കുന്നു. ചെറുതേനീച്ചിന്റെ അവിടെ തന്നെ ആ ഒരു കുറച്ച് ചിത്രമൊക്കെ വരച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ സോളാർ ഇവിടെയാണ് നല്ല രൂപത്തിൽ വെയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സോളാർ ഇവിടെ സെറ്റ് ചെയ്ത്, ഇതും അന്ന് അബിൻ കൊടുത്ത ആ ഒരു സോളാറാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇവിടുന്നതാ ശരിക്കും നല്ല രൂപത്തിൽ ആ ഒരു പാറകളൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ഇതിൽ ശരിക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ഒരു തുള്ളി വെള്ളം പോലും ഈ ഒരു വീടിന്റെ മുകളിൽ വീഴില്ല എന്നുള്ളതാണ്. കാരണം പാറ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതായത് പാറ, പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാറ ശരിക്കും ഇങ്ങനെ ഒരു കൊടക്കയിൽ പോലെ ഇങ്ങനെ ശരിക്കും മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. എന്ത് ഭംഗിയായിട്ട് ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു പുല്ലുകൾ അത് നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നമ്മളിങ്ങോട്ട് മുകളിലേക്ക് കയറുകയാണ്. ഈ പുല്ലുകൾ എന്ന് പറയുന്നത് ശരിക്കും കാട്ടുപുല്ലാണ്. നമ്മളെ വൈക്കോലല്ല, കാട്ടിൽ മാത്രമുള്ള ഇവിടുത്തെ ഒരു കാട്ടിൽ തന്നെ. അതെ അതെ, ഈ മലയുടെ മുകളിൽ തന്നെയാണ് ഇത് നമ്മളെ ശേഖരിച്ചത്. എന്ത് ഭംഗി നോക്കിയേ. പിന്നെ അവര് ശരിക്കും നമ്മളെ കുരുവികളൊക്കെ കൂട് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുല്ലില്ലേ, ആ പുല്ലാണിത്. അത് ശരി. അതായത് നമ്മൾ ഈ വീട് പൊളിക്കുമ്പോൾ ഈ ഒരു പുല്ലായിരുന്നു. അത് 100 വർഷത്തിന് പഴക്കം ഉണ്ടായിട്ട് ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ ആ ഒരു പുല്ലെടുത്ത് കളഞ്ഞത് അല്ലേ? അപ്പൊ അവരുടെ കൂടെ അതുപോലെ തന്നെ ഈ ഒരു മുളയുടെ മണ്ണും മുളയും തമ്മിലൊരു ബ്ലെൻഡിങ് ആണ്. അതായത് ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചുമരാണ്, പിന്നെ മുളയാണ് പുറത്ത്, ഉള്ളില് മണ്ണാണ്. മണ്ണും മുളയും ഒരു കൾച്ചറാണ്. അതല്ലേ? സംസ്കാരത്തിന്റെ ഒരു ഓക്കെ. നമ്മുടെ ആ ഒരു വീട് ശരിക്കും നമ്മുടെ തറ ശരിക്കും നല്ല രൂപത്തില് പൊക്കി വെച്ചിട്ടുണ്ട്, ഉയർത്തി. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അന്ന് ഇത് വീട് പൊളിച്ചപ്പോ ഒരു പാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇഴജന്തുക്കൾ അങ്ങനെ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അല്പം നമ്മളെ. ഒരിക്കലും നമ്മുടെ ശരിക്കും വീടിന്റെ ഉള്ളിലേക്ക് ഒരു ഇഴജന്തു പോലും കയറാൻ പറ്റില്ല അല്ലേ? കാരണം അത്രയും ഹൈറ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ? ചിത്രങ്ങളൊക്കെ കുറച്ചിങ്ങനെ വരച്ചേക്കിന് കാണാം, കുറച്ച് ആർട്ടിസ്റ്റ് ഒക്കെ വന്ന് അല്ലേ? ഗുഹയാണ് അടുത്ത്. അതെ, ഒരു 16,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യര് മനോഹരമായി വരച്ചു വെച്ച് പാറകളിൽ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അതല്ലേ? അപ്പൊ അതിനെ അനുസ്മരിക്കുന്ന മറ്റുള്ള ചെറിയ ചില ചിത്രങ്ങളാണ്, ട്രൈബൽ പെയിന്റിങ്സ് ആണ് ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു മണ്ണിന്റെ ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതാണ് ഈ ഒരു വീടൊക്കെ ശരിക്ക് എന്താ പറയാ നിർമ്മിക്കാൻ ലേറ്റ് ആയതാണ്. ഈ ഒരു മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് കിട്ടില്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അതും ചിതൽ പുറ്റുകളാ എന്താ പറഞ്ഞോട്, ചിതൽ പുറ്റുമണ്ണ് കൊണ്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. മണ്ണും മുളയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിന് ഏറ്റവും ഇതായിട്ടുള്ളതാണ് ഈ ചുവന്ന മണ്ണ്. ചുവന്ന മണ്ണിനെയാണ് നമ്മൾ തേച്ചിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വെള്ള ടാങ്ക് ഒക്കെ ശരിക്കും നല്ല ഹൈറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. അതിന് എന്താ പറയാ അവിടെ കൊടുന്ന് വെച്ചാൽ മതി, ആ വെള്ള ടാങ്ക് വെക്കാൻ വെച്ചാൽ മാതിരി തന്നെ നല്ല ഹൈറ്റിൽ ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നല്ല രൂപത്തിൽ ഇങ്ങനെ താഴേക്ക് നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്. ബാത്റൂമൊക്കെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ കയറുന്നിടത്തൊക്കെ നല്ല ഭയങ്കര ഒരു ചെറിയ ഒരു കിളിക്കൂട് അതുപോലെ തന്നെ ആ മൂലയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുളയാൽ നിർമ്മിച്ച വീട് പറഞ്ഞ പോലെ തന്നെ മുളയാലാണ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്, ലൈറ്റ് അടക്കം. ഒത്തിരി ആളുകൾ എനിക്ക് വിളിച്ചിരുന്നു, ഒരുപാട് ചാനലുകളിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളാണെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന എന്താ പിന്നെ അല്ലേ, പിന്നെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറില്ലേ?
അതുകൊണ്ട് തന്നെ ബാബുട്ട വാക്കും പാലിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞാൽ ഇത് നിർമ്മിക്കാൻ ആവശ്യത്തിനുമായിട്ടുള്ള ആളുകളെ മാത്രം അവരോട് തന്നെ ഒരു ഫോട്ടോ പോലും കൂടെ എടുക്കരുത് പറഞ്ഞാണ് ബാബുട്ട ഇങ്ങോട്ട് കയറല്. അല്ല വേട്ടാ, അതാണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൊടക്കയിൽ, അതായത് ആ പാറയുടെ ചുവട്ടിലായിട്ടാണ് ആ ഒരു എന്താ പറയാ ആ ഒരു വീട് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. മുന്നത്തെ വീടും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും ഈ ഒരു വീടിന്റെ മേലെ വീടില്ല. ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു കോൺക്രീറ്റ് വീടോ അല്ലെങ്കിൽ ഓടിട്ട വീടോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. പ്രകൃതിക്ക് ലയിക്കുന്ന മട്ടിലുള്ള മണ്ണും മുളയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രകൃതിജന്യ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് അതിന്റെ അമ്മയുടെ ആഗ്രഹം. അതാണ് ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 ഹൈറ്റ് ആണല്ലോ. അത് ശരിക്കും എന്താണ് അങ്ങനെ കൊടുക്കാൻ? നമ്മുടെ ഇവരുടെ പഴയ വീട് വളരെ ചെറിയ വീടായിരുന്നു, വളരെ അധികം ഉയരമില്ലാത്ത. നമുക്ക് തല മുട്ടായിരുന്നു ശരിക്കും. തീർച്ചയായിട്ടും ആ ഡിസൈനിൽ ഒന്ന് ചേഞ്ച് വരുത്തിയേ ഉള്ളൂ. അതല്ലേ, മാത്രമല്ല ഈ പാറ അങ്ങനെ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. ഇതൊരു എ ഷേപ്പ്ഡ് വീടാക്കി മാറ്റാനുള്ള ശ്രമമായിരുന്നു ഞങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ഉയരം വന്നത്. ധാരാളം ഉള്ളിൽ ധാരാളം എയറേഷൻ ഉണ്ടാകും, കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ പാറക്കല്ലിലും നമ്മുടെ അമ്മയോട് ചോദിച്ചിട്ട് തന്നെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് അമ്മ ഇതൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറയായിരുന്നു. എന്താ വേണ്ടി വെച്ചപ്പോ ഓരോന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ട്രൈബൽ പെയിന്റിങ്സിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം. അപ്പൊ നല്ല ചിത്രകാരന്മാരായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നമ്മുടെ ഇടയ്ക്കലൊക്കെയാണ് അതിലുള്ള മറ്റു ചില ചിത്രങ്ങൾ, പ്രത്യേകിച്ചും ഇവിടെ തൊട്ട് ഈ മല എന്ന് പറഞ്ഞാൽ പുലിയും ഇതൊക്കെ ഉള്ളതാണ്. അമ്മ പറഞ്ഞല്ലോ പുലി വന്നപ്പോ ഞാൻ കല്ലെടുത്തെറിഞ്ഞു. അതാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള എല്ലാവരും ഒരു ബ്ലെൻഡിങ് ആണ് അതിൽ. തീർച്ചയായിട്ടും അന്ന് ശരിക്കും ഒരു ഗ്യാപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്തിട്ട് എന്നാലും അവധി വഴി വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം അല്ലേ, ബാക്ക് സൈഡും കൂടി വരുന്ന. അപ്പൊ അന്ന് നമ്മള് പോയ പാമ്പ് അത് അതിന്റെ ഉള്ളിലേ പോയില്ലേ? ഓക്കെ. അപ്പൊ ഇതുവഴിയാണ് കേറില്ല അല്ലെ. ആ വെള്ളമൊക്കെ ഇപ്പോഴും കുഴപ്പമില്ലാത്ത രൂപത്തിൽ നല്ല രൂപത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ, അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അടിപൊളി. ഇനി ഞങ്ങളുടെ പാലുകാച്ചിനങ്ങോട്ട് നടക്കാൻ പോവാണ്. അമ്മ പറഞ്ഞ മാതിരത്തെ ആ ഒരു അടുപ്പ് തന്നെയാണ് ഇവരെ ബാബുവിനൊക്കെ സെറ്റ് ചെയ്തേക്കണ്ട. അമ്മക്ക് പറഞ്ഞത് ഇരുന്നിട്ട് എനിക്ക് ഭക്ഷണം വെക്കണം എന്നാണ്. അപ്പോൾ ആ രൂപത്തിലാണ് പല ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഇതൊക്കെ ശരിക്കും മാതൃകയാണ്. കാരണം ഇദ്ദേഹം ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ചെലവഴിച്ച എമൗണ്ടൊക്കെ മറ്റുള്ള പാർട്ടികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു വീട് വെച്ചെടുക്കാൻ കാരണം എന്തായിരിക്കും? അന്ന് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പം, അമ്മയുടെ പ്രയാസം കണ്ടപ്പം അമ്മക്ക് കൊടുത്തൊരു വാക്കായിരുന്നു. അപ്പൊ അത് കൊടുക്കണം എന്ന് എന്റെയും കൂടെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം അമ്മ ഇത് കാരണം പ്രയാസപ്പെടുന്നു, അത്ര വീട് വെച്ചു കൊടുക്കാന്നുള്ളത്. അങ്ങനെയായിരുന്നു എന്റെ പ്രോഗ്രാം. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഒരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അതിന്റെ ആനിവേഴ്സറി വരുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ വർഷങ്ങളും ആനിവേഴ്സറി വരും, ഞങ്ങൾ ആഘോഷിക്കും. വലിയ വലിയ ആഘോഷങ്ങൾ ചിലപ്പോൾ നമ്മളും നമ്മുടെ സ്റ്റാഫൊക്കെ ആയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഹോട്ടൽസ് നിന്നൊക്കെ ആയിരിക്കും വലിയ പാർട്ടിക്ക് നടത്തും. അതായത് കഴിഞ്ഞ വർഷം വരെ വലിയ പാർട്ടി ലക്ഷങ്ങൾ പിടിക്കായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു ഇവിടെ വന്നപ്പം, അതിനുശേഷം നിങ്ങളെ വീഡിയോ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ ഈ ഒരു പ്രാവശ്യം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആഘോഷമാവാന്ന് വിചാരിച്ചു. എനിക്ക് അവിടെ ഒരു 100 ആക്കോ 200 ആക്കോ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കും വൈഫിനും ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇന്ന് ഈ വീട്ടിലേക്ക് അമ്മ മാറുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഒരു വീഡിയോ കാണുമ്പോൾ അതുപോലെ സപ്പോർട്ടായിട്ട് വരുമ്പോഴാണ് ഒരാളുടെ ജീവിതം ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജിയാണ് അല്ലേ, നമ്മളൊരു അതിന് ഒരു നിമിത്തമാണെന്ന് പറയുമ്പോൾ. അപ്പൊ അമ്മ നമുക്ക് പാല് കാച്ചിയുടെ വീട് അമ്മ ഇങ്ങനെ നിൽക്കാണ്, പാല് കാച്ചി നമുക്കവിടെ താമസം തുടങ്ങിയാലോ അല്ല രാജേട്ടാ അല്ലേ? ആണ്. അപ്പോൾ അമ്മ വലത് കാല് വെച്ച് അങ്ങോട്ട് കയറി നമ്മളിത് ആ വീടിൻ്റെ ഉള്ളങ്ങോട്ട് കാണാൻ പോവാണ്. അപ്പോൾ അവരുടെ ആ ഒരു ആചാരപ്രകാരം തന്നെ ഇതാ വെറ്റിലയും അടക്കയും ഒക്കെ മാറ്റി ഇങ്ങനെ വെക്കുക. ഇതാണ് ഇവരുടെ ഒരു ആചാരം എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു വീട് കിട്ടുന്നത് തന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടില്ല. സ്വപ്നത്തിൽ സന്തോഷാണ്. അമ്മക്ക് വീട് ഇഷ്ടമായപ്പോ ഇന്ന് അമ്മക്ക് സന്തോഷമുള്ള ദിവസമാണ്, ഇന്ന് നമ്മുടെ ദിവസമാണ്. ഞാൻ പറഞ്ഞു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. കാരണം ഈ ഒറ്റക്ക് പിടിക്കുന്നത് ശരിക്കും വേറൊരു ലോകമാണ്. ശരിക്കും എന്താ പറയുക, ഇവിടെ നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മളെ ബാഹുബലി സിനിമയിലൊക്കെ ഇല്ലേ മോളൊരു ലോകം, അതുപോലെ സംഭവിച്ചു ഇവിടെ തോന്നുക. താഴേക്ക് ഇങ്ങനെ ആ സൂര്യ അസ്തമിക്കുന്ന സമയത്തും ഞങ്ങൾ രാത്രിയൊക്കെ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. രാത്രിയൊക്കെ വേറൊരു വൈബാണ്, ചീവീടുകളുടെ ശബ്ദം, രാവിലെ വന്ന പക്ഷികളുടെ ശബ്ദം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ശരിക്കും അമ്മ കട്ടിലൊന്നും അല്ല ശരിക്കും എടുക്കാറ്, ഒരു കൈതോലപ്പായ അല്ലെങ്കിൽ പുൽപ്പായ അങ്ങനെയുള്ള പായലാണ് എടുക്കാറ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇവിടെ അല്ല ബാബേട്ട പറഞ്ഞത് ഇവിടെ ഒരു വിൻഡോ വേണമെന്നാണ്, ജനൽ വേണമെന്നാണ്. അപ്പോൾ അത് അമ്മയുടെ ആ ഒരു എന്താ പറയുക ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വെളിച്ചൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് ഗ്ലാസ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ.
ആണ്. അപ്പം നമ്മൾ അപ്പുറത്ത് കണ്ടിരുന്ന അപ്പുറത്തെ മുള വടികളാണ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഫുള്ള് ആദ്യം മുള വടികൾ ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെയാണ് മണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക, മണ്ണ് തേച്ച് പിടിപ്പിക്കുക. അതെ അല്ലേ. അപ്പോൾ ശരിക്കും അമ്മ ഇവിടെ കയറി വരുമ്പോൾ തന്നെ പറഞ്ഞ് എനിക്കൊരു കൃഷ്ണൻ്റെ ഫോട്ടോ വേണമെന്ന് അല്ലേ. അപ്പോൾ അതൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി നമ്മുടെ അമ്മ ആരാധിക്കുന്ന ആ ഒരു ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ തന്നെ ആദ്യം വെച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല, നമ്മളിതാ ഇനി ഇവിടെ തന്നെ ടോയ്ലറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ നമുക്ക് ഇന്നലെ കാണിച്ചു കൊടുത്തിരുന്നു. വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു ടോയ്ലറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മോൾക്കൊക്കെ നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ആ പുല്ലുകൾ ആ ഒരു മേഞ്ഞ ആ ഒരു ഭംഗിയില്ല, അത് എടുത്ത് പറയേണ്ടത് നമ്മുടെ ആ ഒരു വൈക്കോലാട്ടിയും ഫിനിഷിംഗ് ആണ് കാണാനല്ലേ ആണ്. അതായത് നമ്മുടെ ഈ ഒരു കാട്ടിലെ പുല്ലാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്കും നമ്മൾ ആ മുളയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ അടുപ്പ് നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അടുപ്പ് അമ്മ പറഞ്ഞ എന്താണെങ്കിൽ എനിക്ക് ഇരുന്നിട്ട് പാചകം ചെയ്യണമെന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ അടുപ്പ് നമ്മളിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പഴയ വീട്ടിൽ നിന്നേ, നമ്മൾ പഴയ വീടുണ്ടല്ലോ, പൊളിച്ചു പോയ വീട്, അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ ശരിക്കും എന്താ തോന്നുന്നത്? കാരണം നല്ലതേ തോന്നുന്നു. ഞാൻ ഇവിടെ തന്നെ അല്ലേ 2-3 ദിവസം ഇവിടെ തന്നെ കിടക്കുന്നത്, അതല്ല പുറത്ത്. ഇന്നലെ ഭയങ്കര സംഭവം കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ഒരു ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു എന്താണെന്ന് പറയാം. അതായത് അവരുടെ മകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ. അത് ഇവിടെ മരണപ്പെട്ടുകൊണ്ട് ഈ ഒരു ഭൂമി വിട്ട് പോകാൻ അവർക്ക് ഒരിക്കലും മനസ്സ് വരില്ല. അപ്പം നമ്മളൊരു പഴയൊരു വീട്ടിലാക്കി കൊടുത്തിരുന്നു. അവിടെയൊക്കെ നല്ല വൃത്തിയാണ്. അവനെ കണ്ടില്ലേ, ബാബേട്ടൻ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ആ വീടൊക്കെ വൃത്തിയാക്കി നല്ല രൂപത്തിലാക്കിയത്. ആ വീട്ടിൽ പോലും കെടുക്കാതെ ഈ പൊളിഞ്ഞ ആ ഒരു സ്ഥലത്തിൻ്റെ ആ തിണ്ണയിലൊക്കെ കെടുക്കില്ലെന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. തലേ ചോദിക്കട്ടെ, അമ്മ അന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുലിനൊക്കെ കണ്ട് ഞാൻ കല്ലെടുത്ത് തന്നു. ഇപ്പം പിന്നീട് പിന്നെ കണ്ടിട്ടില്ല. അതാ ഇവിടെ നിന്ന് ഞാൻ കല്ലെടുത്ത് എറിഞ്ഞതാണ് പുലിനെ. നായനല്ല കേട്ടോ, അതിൽ പൂച്ചിലല്ല പുലിനെ. ഓക്കെ. അങ്ങനെ കല്ല് തപ്പിക്കൊണ്ടിരിക്കുമ്പോ പട്ടിക്കുഞ്ഞ് കരഞ്ഞു കേട്ടോ. പട്ടിക്കുഞ്ഞ് കരഞ്ഞു. പട്ടിക്കുഞ്ഞുണ്ടോ അന്നും പറഞ്ഞു. പട്ടിക്കുഞ്ഞിന് ജീവനുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ജീവനുണ്ട്. അപ്പോൾ തന്നെ ഇതെടുത്ത് ചാടി ആ വീട്ടുമരത്തിന്റെ അപ്പുറത്തേക്ക് ചാടി. പഴയ വീട്ടിൽ നിന്ന് ഒരു പുതിയ ആ സ്ഥാനത്ത് പുതിയൊരു വീട് ഇങ്ങനെ കണ്ടപ്പോ എന്ത് തോന്നി? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ? അപ്പൊ ഞാൻ പഴയ വീട് കാണാൻ ഇനി പറ്റില്ല എന്നുള്ള വിഷമമുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു വീട് വീട് കിട്ടിയപ്പോ പിന്നെ ഒരു സന്തോഷമാണ്. അതിനൊക്കെ നല്ല വീട് കിട്ടിയത്. എന്നാലും ആ പഴയ വീട് എപ്പോഴേലൊക്കെ കാണാൻ തോന്നുമ്പോഴേ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ വീടൊക്കെ നമുക്ക് കാണാൻ തോന്നുമ്പോ ഇതിൽ നോക്കിയാൽ മതി. ഏണ്ട് പൊളിച്ചാ ഇതാറി നിക്ക് നോക്കിയേ, ഞാൻ തന്നെ. അപ്പൊ പഴയ വീട് ഇങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതായിരുന്നു ആ ഒരു പഴയ വീടിന്റെ ആ ഒരു എന്താ പറയാ ചിത്രം എന്ന് പറയുന്നത് കേട്ടാ. ഈ രൂപത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയാ അഞ്ചു എന്ന് പറയുന്ന ആ ഒരു ചേച്ചി വരച്ചതാണ് കേട്ടോ. നമ്മളിങ്ങനെ ആ ഒരു പഴയ വീട് വരക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തപ്പോൾ 5 വരച്ചാണ്. ഇപ്പൊ കാണുമ്പോൾ തോന്നുന്നു നമ്മങ്ങനെ നോക്കുകയാണ് പഴയ വീട്ടിലേക്ക്. ഇതന്നെ അല്ലേ ഇനി ആരിലെ സന്തോഷം ഉണ്ടാ അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇനി ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോ നമ്മുടെ പഴയ വീട് കണ്ടിട്ട് ഉണരാ അല്ലേ? ആണ്. ഓക്കെ ബാബേട്ടാ, പാലായിട്ട് കാച്ചാൻ പോവാണ്. അപ്പൊ അമ്മ പാല് കാച്ചല്ലേ? പിന്നെ ഓക്കെ. അപ്പൊ എന്നാ ചട്ടങ്ങായിട്ട് നടക്കട്ടെ. ഓക്കെ. അപ്പൊ അമ്മ തീ കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാ അങ്ങോട്ട് വെച്ചേ. വെച്ചു, ആയിക്കോട്ടെ, സന്തോഷം. ഇങ്ങോട്ട് തിളക്കട്ടെ അല്ലേ? ഈ ഒരു അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയും കത്തുട്ടോ. 2 അടുപ്പ് ഒരേ ടൈമില് നമുക്ക് ഇതേമാതിരി ഉപയോഗിക്കാം അല്ലേ? അതിലേക്ക് ചൂട് വരും. ഓക്കെ. അമ്മ മൺപാത്രങ്ങള് മാത്രമാണ് ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് കുറെ മൺപാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞത് ഒരു ജനൽ എനിക്ക് വേണമെന്നാണ്. പണ്ടൊക്കെ വീടുകളുടെ ഒരു കിളിവാതിൽ പറയുന്ന ഒരു രൂപത്തിൽ ഒരു സംഭവം ഇങ്ങനെ കാണാൻ. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതേ രൂപത്തിൽ നമ്മൾ ആ താഴത്തിന് വന്ന ഒരു വഴി ഇങ്ങനെ കാണാട്ടോ. ഇതിപ്പോ കഞ്ഞി കുടിച്ചിട്ട് എത്ര ആയിരുന്നു? ഇന്നലെ രാവിലെ കഞ്ഞി കുടിച്ചതാണ് ഇതുവരെ. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല? ഇന്നലെ ഇവൻ പൊറോട്ടയൊക്കെ കൊണ്ടുവന്നു. അത് എന്താ കഴിക്കാൻ ഇല്ലാണ്ടാണോ? ഇല്ലാണ്ടല്ല, എനിക്ക് വിശപ്പില്ല. ഒരു ദിവസം ഒരു നേരൊക്കെ കഴിക്കുക ഭക്ഷണം? അതാ അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ പുറത്ത് എവിടെങ്കിലും പോയാ വിശപ്പ് താങ്ങാം. ഇനി എന്താണ് അമ്മയുടെ ഒരു ആഗ്രഹം പറഞ്ഞേ? ഇപ്പൊ ആഗ്രഹം പറയാനേ തോന്നുന്നില്ല. എന്നാലും പറ കേൾക്കട്ടെ, എന്താ തോന്നാത്ത? പിന്നെ ഇങ്ങനെയൊക്കെ ഒരു വീട് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ആഗ്രഹമൊക്കെ കഴിഞ്ഞു. ആഗ്രഹം ഫുള്ള് കഴിഞ്ഞു. ഇത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം.
ഇത് മാത്രമായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം, വീട് കിട്ടുക എന്നുള്ളത്. ഇതിലൊന്നും അന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് കടന്നു മരിക്കണം എന്താണ് ആഗ്രഹം? അതാണ് എനിക്ക് ആഗ്രഹം. ഇവിടെ കടന്നു മരിക്കുകയാണെങ്കിൽ എനിക്കൊരു സന്തോഷമാണ് ഈ അകത്ത്. അപ്പോൾ നമ്മുടെ ശരിക്കും മോളൊക്കെ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മ ഇവിടുന്ന് പോവാത്തത്. അത് തന്നെയായിരുന്നു ആഗ്രഹം, ഒരിക്കലും ഇവിടുന്ന് ഈ ഒരു ഭൂമി വിട്ടി പോവില്ലാന്ന്. ഇപ്പോൾ എനിക്ക് എങ്ങോട്ട് പോകാന്നുള്ള തോന്നുന്നില്ല. പോയാൽ തന്നെ ഒരാഴ്ച എങ്ങനെങ്കിലും നിൽക്കാം. പിന്നെ ഒരു മനസ്സിന് ഒരു എന്തോ പോലെ എനിക്കൊരു അസുഖം പോലെ ഒരു വിഷമം പോലെ എന്നൊക്കെ തോന്നും. വന്നാൽ എനിക്കൊരു കുഴപ്പം. ഇവിടെ വന്നൊരു കുഴപ്പമില്ല, ഇതുവരെയായിട്ടൊരു ഒരു ഒരു അസുഖം നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ഇന്നേ വരെ ഹോസ്പിറ്റലിലും പോയിട്ടില്ല. എൻ്റെ മക്കളോട് ചോദിച്ചു, ഹോസ്പിറ്റലിലും പോയിട്ടില്ല. പിന്നെ അങ്ങനെ അത് രാജേട്ടാ ഇന്നേ വരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. അതുകൊണ്ട് വന്ന് ഇന്നേ വരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. അതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അമ്മക്ക് അങ്ങനെ ഒരു അസുഖം വന്നിട്ടാ പിന്നെ ഹോസ്പിറ്റലിലും പോയിട്ടില്ല. അപ്പോൾ നമ്മളെ പാല് ഇതങ്ങനെ തളച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആ പാല് കാച്ചൽ ചടങ്ങ് ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പാല് തളച്ചുകൊണ്ടിരിക്കുന്നു കേട്ടാ. അപ്പോൾ ഇതാ പാലൊക്കെ കാച്ചിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് അമ്മ കേട്ടാ. ഓക്കെ, കഴിക്കാം. അമ്മ പഞ്ചസാര കഴിക്കുമോ? പഞ്ചസാര ഉണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ പറഞ്ഞു. അതെ, പഞ്ചസാര ഉണ്ടെങ്കിൽ കഴിക്കുള്ളൂ. പഞ്ചസാര കഴിക്കുന്നവരോടൊക്കെ പഞ്ചസാര കഴിക്കരുത് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ഇരിക്കുന്നത് കേട്ടോ. ഫിറ്റ്നസ് ട്രെയിനറാണെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ശരിക്കും എന്താ ചെയ്യണേ? ഞങ്ങളുടെ ആക്ച്വലി ഒരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ഓൺലൈനാണ്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റിക്, കൊളസ്ട്രോൾ, PCOD, ഹൈപ്പോതൈറോയിഡിസം, ഇതൊക്കെ എങ്ങനെ ഓൺലൈനിലൂടെ ഓവർകം ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാനും എക്സസൈസും കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു 4 വർഷമായി ഇപ്പോൾ ഇത് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് ശരി. എത്ര സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ? ഇപ്പോൾ ഞങ്ങൾക്ക് 60-ലധികം സ്റ്റാഫ് ഉണ്ട്. അതായത് ഇവിടെ കേരളം മാത്രമൊന്നുമല്ല, അല്ലല്ല, എല്ലാ രാജ്യങ്ങളും 28 രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് ക്ലൈൻസ് ഉണ്ട്. അതല്ലേ, ഏകദേശം 50,000-ലധികം ആളുകൾ ഓൺലൈനിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതല്ലേ, അടിപൊളി. എന്തായാലും എന്താ പറയാ, കാരണം ഉയർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. മെയിൻ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, വെയിറ്റ് ലോസ്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസും ഡയറ്റും നമ്മളെ വെറുതെ കൊടുക്കല്ല ചെയ്യാം. ഓരോരുത്തരെ നമ്മൾ കൺസൾട്ട് ചെയ്യും. ഇപ്പൊ ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ സപ്പോർട്ട് ഉണ്ടാവും. ആ ന്യൂട്രീഷനിസ്റ്റ് പ്രോപ്പർ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് ലെവലാണോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലാണോ, എന്താണ് നിങ്ങളെ ലെവലിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡയറ്റ് പ്ലാനും എക്സസൈസും കൊടുക്കുന്ന പ്രോഗ്രാം. അതിലൂടെ നമ്മൾ 100% റിസൾട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ തന്നെ തടി കുറക്കണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതിയാ? അല്ല, ഞാൻ അങ്ങനെ എന്താ പറയുക, ആരെയൊക്കെ കുറക്കണമെങ്കിൽ കുറച്ചോട്ടെ. അല്ല, ആർക്ക് വേണമെങ്കിൽ വരാം. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വരാവുന്നതാണ്. ഞാനും വൈഫും കൂടെ ഒന്ന് സംസാരിക്കുകയായിരുന്നു. പൊതുവെ ആനിവേഴ്സറി ആവുന്ന സമയത്ത് ഞങ്ങൾ പൊതുവെ എന്തെങ്കിലുമൊക്കെ ഓഫർ കൊടുക്കും. ഇന്ന് ഞാൻ ആക്ച്വലി വിചാരിച്ചു അമ്മയുടെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക്, അമ്മയുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 30% ഓഫർ കൊടുക്കും. എല്ലാവരും ഫിറ്റ്നസ്സിലേക്ക് വരട്ടെ, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അമ്മ ഈ പ്രായത്തിലും സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് ഇവിടുത്തെ എന്താ പറയാ, ഇവിടുത്തെ കഴിക്കുന്ന ഭക്ഷണം ആവാം. ആ നമ്പർ കൊടുത്തോളൂ. ഞാൻ പറഞ്ഞ അമ്മയുടെ വീഡിയോ കണ്ടു വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് 30% ഡിസ്കൗണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഈ പാലോട് കുടിച്ചിട്ട് 2 പേരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ മുള കുറെ നമ്മൾ നശിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ആവശ്യത്തിൻ്റെ മുള നമ്മൾ കുറെ എടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ മുള കുറച്ച് നടന്ന പരിപാടി ഉണ്ട്. ഇതാണ് കുടിച്ചിട്ടാണ് പോവാ. നമ്മുടെ ബാബുവേട്ടനെ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പം താഴെന്നാണ് മുള മുഴുവൻ കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ ഇനി എന്തെങ്കിലും ഒരു വീട് പണിയേണ്ടി വരുമ്പോൾ ഈ മുള വെട്ടിയെടുത്ത് നമുക്ക് പണിയണം. ഈ മുള മുഴുവൻ ചുവന്ന് കയറ്റിയത് മധുവാണ്. ഈ തൈ അമ്മയ്ക്ക് കൊടുത്ത് അതല്ലേ മുള വെച്ചു. ഈ മുളയുടെ കൂമ്പുകളൊക്കെ കഴിക്കാന്ന് പറഞ്ഞ അമ്മ പറയുന്നത്. ഇല്ല, ഇത് കഴിക്കാൻ പറ്റൂലേ? അതെ അതെ, ഏറ്റവും സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഷൂട്ടുള്ള എന്നാണ് ഇതിന്റെ പേര്. അമ്മനെ ഒരു കണ്ടെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മുന്നേ വീഡിയോയിലൊക്കെ കണ്ടതാണ്. ഇതൊരു സിനിമാ കഥ പോലെ തോന്നുന്നതൊക്കെ പലരും പറയാറുണ്ട്. സത്യത്തിൽ ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നി. ഒരു സ്വപ്നം പോലെയൊക്കെ ആയിരുന്നു. ഇവിടെ വരുമ്പോഴും ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ വരുമ്പോൾ ഓരോ ടൈം വരുമ്പോഴും ഓരോ ക്ലൈമറ്റ്, ഓരോ കാലാവസ്ഥയാണ്. ഇപ്പം ഇന്ന് നട്ടുച്ചക്ക് പോലും ഇവിടെ തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ലൊക്കേഷനും അതുപോലെ തന്നെ ഈ സ്ഥലമൊക്കെ രഹസ്യമാണ്. കാരണം അമ്മ അങ്ങനെ അവിടെ ജീവിതകാലം മുഴുവൻ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് കഴിയട്ടെ. ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കും. മോളെ മറവ് ചെയ്ത സ്ഥലത്ത് എന്നും പോയി നോക്കും, അടിച്ചു വാരും. എന്നോട് പറഞ്ഞെന്നറിയോ, ഞാൻ മരണപ്പെട്ടാലും നിങ്ങളിവിടെ വരണം, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ്. എവിടെയും പോകില്ല. അപ്പോൾ അതിനെ നിങ്ങൾ പേടിച്ചിട്ട് വരാണ്ടിരിക്കട്ടെ. ഞാനും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും, നിങ്ങൾ പേടിച്ചിട്ട് വരാതിരിക്കരുതെന്നല്ലേ? എന്നെ പേടിപ്പിക്കരുത് കേട്ടോ ആ സമയത്ത്. ഇല്ലാതെ
ഇത്ര ഉപകാരം ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പേടിപ്പിക്കും. എനിക്ക് സന്തോഷമല്ലേ. അതെ അല്ലേ. അപ്പോൾ അതായത് സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എന്നാൽ ശരി കേട്ടോ, കാണാം. ഓക്കെ, ശരി.